ഹായ് ഫ്രണ്ട്സ്, ഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മന്ത്ലി സാലറി 30,000 രൂപ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു വീട് മാനേജ് ചെയ്യാം എന്നാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൽ നിങ്ങൾക്ക് ഈ ലെറ്റർ ആയിട്ട് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും മന്ത്ലി സാലറി 30,000 രൂപ എന്നുള്ളത്. നമ്മൾ ഓരോരോ ഘടകങ്ങളായിട്ട് നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എത്ര പെർസെൻറ്റേജ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പോകണം. നമുക്ക് ഫസ്റ്റ് കാറ്റഗറി എടുക്കാം. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ ഗ്രോസറിയുടെ കേസ് എടുക്കാം. ആ ഗ്രോസറിയുടെ നമ്മൾ 30,000 രൂപയുടെ അത് 15% നമ്മൾ ഗ്രോസറിയിലോട്ട് മാറ്റി വയ്ക്കണം. അതായത് 4,500 രൂപയാണ് ഗ്രോസറിക്ക് നമുക്ക് വേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 10% നമുക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റും. ആ 10% വരുവാണെങ്കിൽ നമുക്ക് 3,000 രൂപയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം യൂട്ടിലിറ്റീസാണ്. യൂട്ടിലിറ്റീസ് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി വരും, വൈഫൈ വരും, ഗ്യാസ് വരും, മൊബൈൽ വരും, വാട്ടർ വരും. ഇത്രയും കാര്യത്തിലൂടെ നമ്മൾ 10% നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ആ 10% എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ 3,000 രൂപയാണ് അതിന് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യം ഓർത്ത് വയ്ക്കുക. നാലാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇയർലി ആണെങ്കിലും നമ്മൾ മന്ത്ലി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബർഡൻ ലാസ്റ്റ് സമയത്ത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. സോ അതിന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് 5% ആണ്. 1,500 രൂപയാണ് അതിന് വരുന്നത്. അതായത് ഒരു 18,000 രൂപ അതിനകത്ത് മൊത്തത്തിൽ വരുന്നതാണ്. അത് മതിയാവും നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട്. പിന്നെ അടുത്ത അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ EMI ആൻഡ് ലോൺസിൻ്റെ കാര്യമാണ്. അതെപ്പോഴും നമ്മൾ 10% നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് നമ്മൾ 3,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അത് ആറാമത്തെ ഘടകമാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് 10% നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. 3,000 രൂപയാണ് നമ്മൾ ഇതിൻ്റെ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ഏഴാമത്തെ ഘടകം എന്ന് പറയുന്നത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അത് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുക 20% മിനിമം നമ്മൾ അത് ചെയ്തിരിക്കണം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നോക്കുക 6,000 രൂപയാണ് നമ്മൾ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ ഒരു എമർജൻസി ഫണ്ടാണ് ഇതിൻ്റെ അത് എട്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ 5% മാറ്റി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ് 1,500 രൂപയാണ് എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഘടകം അതായത് ഒരു അതേഴ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ ഹൗസ് റെൻറ്റിൻ്റെ കേസ് വരും. ഈ ബോയ്സ് ഹോസ്റ്റലൊക്കെ ലേഡീസ് ഹോസ്റ്റലൊക്കെ താമസിക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീസ് വരും. അതാണ് ഞാൻ എൻ്റെ 4,500 രൂപ കാണിക്കുന്നത്. പിന്നെ ആ ബോയ്സ് ഹോസ്റ്റലിൽ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറച്ച് ചിലവുകൾ നിങ്ങൾക്ക് എക്സ്ട്രാ വന്നിരിക്കും. അത് നമ്മൾ ഈ അതേഴ്സിനകത്ത് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ 4,500 രൂപ നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇത് യൂസ് ചെയ്ത് നമ്മൾ മാക്സിമം ഇത്ര സാധനങ്ങൾ ഈ ഒരു പെർസെൻറ്റേജിൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഈ 4,500 രൂപ ലാസ്റ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. അതും കൂടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ 10,500 രൂപയ്ക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യണം എന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ 6,000 രൂപ നമ്മൾ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത്. അതിൻ്റെ 4,000 രൂപ നമ്മളെപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ടോട്ട് തന്നെ മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ 2,000 രൂപ നമ്മളൊരു RLI റിക്കറൻറ്റ് ഡെപ്പോസിറ്റിലോട്ട് മാറ്റി വയ്ക്കണം. സോ ഈ 6,000 രൂപ നമ്മൾ അതിനകത്ത് മ്യൂച്വൽ ഫണ്ടിലോട്ട് വയ്ക്കുന്നത് ലോങ് ടൈമിലേക്കും റിക്കറൻറ്റ് ഫണ്ടിലോട്ട് വയ്ക്കുന്നത് ഷോർട്ട് ടൈമിലോട്ടുമാണ് മാറ്റി വയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് ഏത് മന്ത്ലി സാലറിയാണ് ഇപ്പം 20,000 ആണോ 40,000 ആണോ 50,000 ആണോ വേണ്ടത് എന്ന് പറയാമെന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനുള്ള പ്രിപ്പയർ ചാർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.